സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പുനഃപരിശോധനാ ഹർജി വിചാരണ നടത്താനുള്ള സുപ്രീം കോടതി തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഇത് സംബന്ധിച്ച് നിയമവകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള പരാമർശം ആളുകളെ കബളിപ്പിക്കാനും ഒളിച്ചുകളി നടത്താനുമുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. പുനഃപരിശോധനാ ഹർജി പരിഗണിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു നേരത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ള സമീപനം. സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസ് വന്നപ്പോ പിണറായി വിജയന്റെ ഗവൺമെന്റ് നൽകിയിട്ടുള്ള സത്യവാങ്മൂലം സ്ത്രീ പ്രവേശനമാകാമെന്നതായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി വിധി വന്നത്. ആ വിധിക്കെതിരായിട്ടുള്ള പുനഃപരിശോധനാ ഹർജി വ്യത്യസ്ത സംഘടനകളും വ്യക്തികളും സുപ്രീം കോടതിയിൽ സമർപ്പിച്ചപ്പോ അന്ന് സ്വീകരിച്ച നിലപാട് പുനഃപരിശോധനാ ഹർജി ആവശ്യമില്ലായിരുന്നു, നേരത്തെയുള്ള വിധി തുടരണമെന്നുമായിരുന്നു. ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ്? അതിതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. മാർച്ച് മാസം 14-ാം തീയതിക്ക് മുമ്പേ ഇതിൽ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം കൊടുക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ നേരത്തെ സുപ്രീം കോടതി നൽകിയിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിച്ച് പുതിയ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കൊടുക്കാൻ തയ്യാറാകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് BJP ആവശ്യപ്പെടുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കാൻ അവർ തയ്യാറാവണം. ആളുകളെ കബളിപ്പിക്കുന്ന സമീപനം അവസാനിപ്പിക്കണം. മാത്രമല്ല, നിലപാട് മാറുമ്പോ തയ്യാറാകണമെന്ന് കൂടി BJP ആവശ്യപ്പെടുകയാണ്. ഈ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബരിമലയിൽ അന്നത്തെ ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്വീകരിച്ച അയ്യപ്പ വിരുദ്ധ നിലപാടുകൾ ജനങ്ങളെ വിശദീകരിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും. അതിന്റെ ഭാഗമായി സത്യവാങ്മൂലം പിൻവലിച്ച് പുതിയ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകുക, അയ്യപ്പ ഭക്തന്മാർക്കെതിരായിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ മാസം 24-ാം തീയതി മുഖ്യമന്ത്രിയുടെ വീട്ടിന് മുമ്പിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കും. ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരും BJP പ്രവർത്തകന്മാരും ആ അയ്യപ്പ ജ്യോതി പരിപാടിയിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിക്ക് സദ്ബുദ്ധി ഉദിക്കണം, ഈ ഗവൺമെന്റ് നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് 24-ാം തീയതി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ BJPയുടെ നേതൃത്വത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 25-ാം തീയതി ശബരിമലയുടെ കവാടമായിട്ടുള്ള ചെങ്ങന്നൂരിൽ ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിക്കാനും BJP തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിലുടനീളം എല്ലാ ബൂത്തുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അയ്യപ്പ ഭക്തന്മാരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള പ്രചരണത്തിനും പ്രക്ഷോഭത്തിനുമാണ് പാർട്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ കാര്യത്തിൽ UDF-ഉം LDF-ഉം ഒരേ സമീപനമാണ് സ്വീകരിക്കുന്നത്. നേരത്തെ ശബരിമലയിൽ ഈ കേസ് വന്നപ്പോ അന്ന് സംസ്ഥാന സർക്കാർ പ്രത്യക്ഷമായി യുവതീ പ്രവേശനത്തെ സ്വാഗതം ചെയ്തു, അതിന്റെ കൂടെ നിന്നു. അന്ന് സമരം ചെയ്തത് BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ, വ്യത്യസ്ത ഹിന്ദു സംഘടനകൾ, അവരൊക്കെയായിരുന്നു സമരമുഖത്തുണ്ടായിരുന്നു. അന്ന് സമരത്തോട് കയ്യകലം പാലിച്ചുകൊണ്ട്, സമരത്ത് മാറുന്നതുകൊണ്ട് സമരം നടത്തിയിട്ടുള്ള, പ്രക്ഷോഭം നടത്തിയിട്ടുള്ള, നാമജപഘോഷയാത്ര നടത്തിയിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർക്കെതിരായിട്ടുള്ള നിലപാടായിരുന്നു അന്ന് UDF സ്വീകരിച്ചത്. സുപ്രീം കോടതി വിധി അനുകൂലമായപ്പോ അതിന്റെ കയ്യടി നേടാൻ UDF പരിശ്രമിച്ചു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ആ പ്രക്ഷോഭം നടന്ന കാലഘട്ടത്തിൽ UDF സ്വീകരിച്ച സമീപനം
പ്രക്ഷോഭകാരികളെ ഒറ്റുകൊടുക്കുക എന്നുള്ളതായിരുന്നു. പല സ്ഥലത്തും CPM-ന്റെ കൂടെ നിന്നുകൊണ്ട് നാമജപഘോഷയാത്രയെ ഒറ്റുകൊടുത്തവർ, ആ കേസിൽപ്പെട്ടവരെ പോലീസിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തവർ, സമരങ്ങളിൽ പങ്കെടുത്ത ആളുകളെ പരിഹസിക്കുന്ന നിലപാട് സ്വീകരിച്ചവർ, ഇതെല്ലാം കോൺഗ്രസും UDF-ഉമായിരുന്നു. അതേ സമീപനമാണ് ഇപ്പോഴും UDF-ന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇപ്പോ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോ UDF സ്വീകരിക്കുന്ന സമീപനം നേരത്തെ സ്വീകരിച്ച സമീപനം പോലെ തന്നെയാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ CPM-ന്റെ കൂടെ നിൽക്കുകയാണ് UDF ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തുടർ പ്രക്ഷോഭങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം തയ്യാറാക്കാത്തത്? അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണിയിലേക്കും കാര്യങ്ങൾ എത്തിയപ്പോ UDF സമരം അവസാനിപ്പിച്ചല്ലോ. പിന്നെ ഒരു സമരം നാം കേൾക്കുന്നില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് നടത്തുന്ന യാത്രയിൽ എവിടെയെങ്കിലും സ്വർണ്ണക്കൊള്ളക്കേസിലെ യഥാർത്ഥ കള്ളന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ടോ? എന്താണ് ആവശ്യത്തോട് ഇപ്പൊ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്? അപ്പൊ അന്വേഷണം കോൺഗ്രസ് നേതാക്കന്മാരിലേക്ക് എത്തുന്നു. UDF കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് മന്ത്രിക്കും ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കൊക്കെ ഇതിലുള്ള പങ്കാളിത്തത്തെ കുറിച്ച് അന്വേഷണ ഏജൻസി തെളിവുകൾ ശേഖരിക്കുമ്പോൾ UDF സമരത്ത് പുറകോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞത് ഇത് UDF-ഉം LDF-ഉം സംയുക്തമായി നടത്തിയിട്ടുള്ള ഒരു കൊള്ളയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ടാണ്. ഇതിൽ BJP ആദ്യം മുതലേ ഉന്നയിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും, ഞങ്ങളുടെ സംശയങ്ങൾ, അതെല്ലാം വസ്തുതാപരമായിട്ട് ശരിയാണ് എന്ന് ഓരോ ദിവസം കഴിയുന്നതോറും ബോധ്യമാവുകയാണ്. ഈ ഗവൺമെന്റ് ശബരിമല അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചപ്പോ ഞങ്ങൾ അന്നേ പറഞ്ഞത് തട്ടിപ്പ് സംഗമമാണ് എന്ന്. അതിപ്പോ വ്യക്തമായിരിക്കുന്നു. സർക്കാർ ഖജനാവിലെ പണം കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് എന്നിപ്പോ പകൽ പോലെ വ്യക്തമായല്ലോ. ദേവസ്വം ബോർഡ് പറഞ്ഞല്ലോ ഞങ്ങൾ പണം കൊടുക്കാനൊന്നും പോകുന്നില്ല എന്ന്. പിന്നെ എവിടെ നിന്നാണ് പണം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്? സർക്കാർ കൊടുക്കട്ടെ. കാരണം എല്ലാ ബില്ലുകളും വന്നിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് ബില്ലുകൾ വന്നിട്ടുള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ദേവസ്വം ബോർഡ് ജീവനക്കാർക്കോ ഒരു ബില്ല് വന്നിട്ടില്ലേ? ഇവർ ഞങ്ങൾ കൊടുക്കില്ല. ഇപ്പോ ഊരാളുങ്കൽ സൊസൈറ്റി 7 കോടി രൂപ കൊടുക്കണമെന്ന് ബില്ല് കൊടുത്തിരിക്കുന്നത് സർക്കാരിന്റെ പ്രോട്ടോകോൾ ഓഫീസർക്കാരാണ്. അവർ കേസിന് പോയ സംസ്ഥാന സർക്കാർ കൊടുക്കട്ടെ. അപ്പോ ഈ അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയിട്ടുള്ള ധൂർത്തിന്റെ ബാക്കി പത്രം പേറേണ്ടത് കേരളത്തിലെ നികുതിദായകരാണ്. ഖജനാവിലെ പണമെടുത്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് ഇതൊരു തട്ടിപ്പ് സംഗമമായിരുന്നു എന്ന്. അന്നേ ഞങ്ങൾ സൂചിപ്പിച്ചു. ഇപ്പൊ അത് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ കേരളത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഉയർത്തിക്കൊണ്ടുവരണമെന്ന് BJP ആഗ്രഹിക്കുന്നു. കേരളത്തിൽ UDF-ഉം LDF-ഉം മത്സരിച്ചുകൊണ്ട് ഒരു മുസ്ലിം അജണ്ട സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയാണ്. സംഘടിത മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് ബാങ്കുകൾ ലാക്കാക്കിക്കൊണ്ട് UDF-ഉം LDF-ഉം നടത്തുന്ന ഈ ഹീനമായിട്ടുള്ള മുസ്ലിം അജണ്ട രാഷ്ട്രീയം കേരളത്തിന്റെ സാമുദായിക സാഹചര്യത്തെ മുറിവേൽപ്പിക്കുന്ന അപകടകരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമെല്ലാം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഈ അജണ്ട സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ യാത്രയിലുടനീളം ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ കോഴിക്കോടാണ് അദ്ദേഹം വന്ന സമയത്ത് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം എവിടെയും ഉന്നയിച്ചിട്ടില്ലായിരുന്നു. ആരാണ് VD സതീശന് ഉപദേശം കൊടുക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഇന്നും ലഭ്യമാണല്ലോ. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി അവരുടെ നിലപാട് മാറ്റിയിട്ടില്ല എന്ന് അതിന്റെ അമീർ തന്നെ പറയുന്നു.
അപ്പൊ നിലവിൽ അമീറിനെ മാറ്റി വി ഡി സതീശനെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാക്കി മാറ്റിയിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് അതിന്റെ അമീറാണോ അതോ പുതിയ അമീറായി തെരഞ്ഞെടുക്കപ്പെട്ട വി ഡി സതീശനാണോ? ജമാഅത്തെ ഇസ്ലാമി കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല. ആഗോള ഇസ്ലാമിക ഭരണക്രമം രൂപവൽക്കരിക്കുക എന്നുള്ള വിശാലമായിട്ടുള്ള അജണ്ടയിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ പറയുകയാണ്. പിന്നെ എങ്ങനെയാണ് വി ഡി സതീശൻ അവർക്ക് മാനസാന്തരം ഉണ്ടായി എന്ന് പറയുന്നത്? എങ്ങനെയാണ് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തയ്യാറാകുന്നത്? ഇത് തന്നെയാണ് CPM ചെയ്യുന്നത്. CPM നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയായിരുന്നു. അന്ന് ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും പുരോഗമന രാഷ്ട്രീയം സ്വീകരിക്കുന്ന ആളുകളായിരുന്നു CPM. ഇന്നിപ്പോ അതേ നിലപാട് CPM SDP-യോടും പോപ്പുലർ ഫ്രണ്ടിനോടും സ്വീകരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് ഈ കേരള ഹിസ്റ്ററി എന്നുള്ള സിനിമ, ലവ് ജഹാദ്, ഇതെല്ലാം വക്രീകരിച്ചുകൊണ്ട് പ്രചരിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നു? യഥാർത്ഥ വസ്തുതകൾ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി SDP-ക്കാരുടെ കയ്യടി കിട്ടാൻ വേണ്ടി യഥാർത്ഥ കേരള സ്റ്റോറി ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്താൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് UDF ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയും മറുഭാഗത്ത് LDF പോപ്പുലർ ഫ്രണ്ടിന്റെയും SDP-യുടെയും കൂടെ നിൽക്കുകയാണ്. ഇവർ പരസ്പരമായ ഒരു ധാരണയോട് കൂടി മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ അപകടകരമായിട്ടുള്ള സാധ്യത കേരളത്തിന്റെ സുരക്ഷിതത്വത്തിന് ഏറ്റവും അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് പോവുകയാണ്. മാറാട് നിരപരാധികളെ കൊലപ്പെടുത്തിയ സന്ദർഭത്തിൽ എങ്ങനെയാണോ CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാ ജമാഅത്തെ ഇസ്ലാമിയും അന്നത്തെ MDF-ഉം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു മുസ്ലിം തീവ്രവാദ അജണ്ട സൃഷ്ടിക്കാൻ ഈ കോഴിക്കോട് കേന്ദ്രമാക്കി പരിശ്രമിച്ചത്, സമാനമായ രീതിയിൽ അപകടകരമായ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ അജണ്ട കൊണ്ടുവരാൻ വേണ്ടി കോൺഗ്രസും CPM-ഉം വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ പരിശ്രമിക്കുകയാണ്. ഈ അപകടം കേരളത്തിന്റെ സുരക്ഷിതത്വത്തിന് വെല്ലുവിളി ഉയർത്തുന്നതാണ് എന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ജനങ്ങളെ ജാഗ്രത ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കേരളത്തെ വീണ്ടും കലാപകലുഷിതമാക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനും കേരളത്തെ പങ്കിട്ടു കൊടുത്തുകൊണ്ട് തീവ്രവാദ മതമൗലികവാദ രാഷ്ട്രീയത്തിന് പിന്നാലെ കേരളത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഗ്രസ് CPM പരിശ്രമത്തിലായിട്ടുള്ള വലിയ ജാഗ്രത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രചരണത്തിനു കൂടി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിന്റെ തുടക്കം എന്നുള്ള നിലക്ക് ഈ മാസം 28-ാം തീയതി കോഴിക്കോട് ജാഗ്രതാ റാലി സംഘടിപ്പിക്കാൻ വേണ്ടി BJP തീരുമാനിച്ചിട്ടുണ്ട്. UDF LDF ജിഹാദി കൂട്ടുകെട്ടിനെതിരായി സുരക്ഷിത കേരളം ഒരുക്കാൻ ജാഗ്രതാ റാലി എന്ന മുദ്രാവാക്യവുമായിട്ടാണ് 28-ാം തീയതി കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മഹാസമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടി BJP തീരുമാനിച്ചു. ഇതിനെയും തുടർ പ്രചരണങ്ങൾക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും. ഒരു കാര്യം കൂടിയുള്ളത്, ഈ ബാറിന്റെ സമയപരിധി നീട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അതൊരു വലിയ അഴിമതിയുടെ ബാക്കി വെക്കണം. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒത്തുചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള വലിയ അഴിമതിയാണ്. CPM-ന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് ഇതുവഴി പോകുന്നത്. 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു മാസം ഏതാണ്ട് 60 മണിക്കൂർ നീട്ടിക്കൊടുക്കുകയാണ്. കോടികളാണ് ഇതിലൂടെ ബാർ ഉടമകൾക്ക് വരുമാനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. നേരത്തെ ഈ ഗവൺമെന്റ് എടുത്തൊരു തീരുമാനം ഡ്രൈ ഡേ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അന്ന് വലിയ പ്രതിഷേധം ഉണ്ടായപ്പോ ആ തീരുമാനം അവർ പിൻവലിച്ചു. അതിന് പകരമാണ് ഇപ്പോ സമയം നീട്ടിക്കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇത് കേരളത്തിലെ ബാർ മുതലാളിമാരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ, ഏതാണ്ട് ഒരു കണക്ക് വന്നിട്ടുള്ളത് 200 കോടി രൂപയുടെ വലിയ അഴിമതിയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരിക്കുകയാണ്. നേരത്തെ KM മാണിയുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ബാർ മുതലാളിമാരോട് കോടികൾ അന്ന് UDF വാങ്ങിയത്, സമാനമായ രീതിയിൽ
ഇന്ന് ബാർ മുതലാളിമാരോട് കോടികൾ മേടിച്ചാണ് ഈ തീരുമാനമെടുത്തത്. ഇതിൽ പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ മുന്നണിക്കും എത്ര വിഹിതം കിട്ടി എന്നാണ് അറിയേണ്ടത്. ഇന്നലെ എക്സൈസ് മന്ത്രി പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ കൂടി അറിവോടുകൂടിയാണ് എന്നുള്ളതാണ്. അങ്ങനെയാകും പ്രതിപക്ഷത്തിനുകൂടി പങ്കുള്ളതാണ്. ഭരണപക്ഷത്തിന് എത്ര കിട്ടി? ബാർ മുതലാളിമാർ എത്രയാണ് പിണറായി വിജയനെ കൊടുത്തത്, എത്രയാണ് വി ഡി സതീശനെ കൊടുത്തത് എന്നാണ് അറിയാനുള്ളത്. ഈ രണ്ടു കൂട്ടരും ചേർന്നുകൊണ്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ വലിയ അഴിമതിയാണ് കാണിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് അരമണിക്കൂർ സമയം നീട്ടി നൽകണം എന്ന് പറഞ്ഞപ്പോ അതിനെതിരായി നിലപാട് സ്വീകരിച്ചവരെല്ലാവരും സ്കൂളുകളുടെ പഠന സമയം അരമണിക്കൂർ നീട്ടി കൊടുക്കാൻ തയ്യാറാകാത്തവരാണ് ബാറുകൾക്ക് 2 മണിക്കൂർ നീട്ടി കൊടുക്കുന്നത്. അതിൽ കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമാണ്. കോടിക്കണക്കിന് രൂപ അഴിമതിയാണ്. ഈ അഴിമതിയുടെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്.